മക്കളെ, ഇന്ന് നമുക്ക് ചട്പട് ആർ നടുക്കട് എന്ന കഹാനി പഠിക്കാം. വളരെ മനോഹരമായ ഒരു കഹാനിയാണിത്. രണ്ട് സഹോദരങ്ങളുടെ കഥയാണ്. അവർ രണ്ടുപേരും ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ സ്കൂളില്ല. അതുകൊണ്ട് തന്നെ ദൂരെയുള്ളൊരു ഗ്രാമത്തിൽ പോയാണ് അവർ പഠിക്കുന്നത്. അവർ കാൽനടയായിട്ട് നടന്നാണ് പോകാറുള്ളത്. ബസ്സിനോ അല്ലെങ്കിൽ സൈക്കിളിനോ ഒന്നുമല്ല. അവർ നടന്നിട്ടാണ് പോകാറുള്ളത്. അതുപോലെ തന്നെ നടന്ന് തന്നെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളതും. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന വഴിയിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ഈ കഥയിലൂടെ പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ മനോഹരമായ ഒരു കഥയാണ്. നമുക്ക് കഥയിലേക്ക് വരാം. ഏക്ദാ ഝട്പട് ഏക്ദാ നട്കട്. ജഡ്പഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നടുക്കട് ഉണ്ടായിരുന്നു. അതായത് രണ്ടു പേരുടെയും പേരാണ് ഇവിടെ പറയുന്നത്. ജഡ്പഡ് എന്നും നടുക്കടും എന്നുമായിരുന്നു ആ കുട്ടികളുടെ പേര്. ചട്പട് എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം വേഗത, സ്പീഡാണ് ചട്പടിൻ്റെ അർത്ഥം. നട്കട് എന്ന് പറഞ്ഞാൽ വികൃതി. ഇവരുടെ പേര് പോലെ തന്നെയായിരുന്നു ഈ കുട്ടികളുടെ സ്വഭാവം. ചട്പട് വളരെ സ്പീഡിൽ, അതായത് നേരെ പോ, വേറെ ഒന്നും നോക്കാതെ സ്കൂളിലേക്ക് പോവുക, വരിക, സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു ചട്പട്. നട്കടാണെങ്കിലോ മഹാവികൃതിയായിരുന്നു. നട്കട് പറഞ്ഞാൽ വികൃതി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. ജഡ്പട് ബഡാദ, ഇതിൽ മുതിർന്ന കുട്ടി, മൂത്ത കുട്ടി ജഡ്പടായിരുന്നു. നടുക്കടായിരുന്നു ഇളയ കുട്ടി, ചോട്ട. നടുക്കട് ഇളയ കുട്ടിയായിരുന്നു. ബഡാ കേവൽ 2 സാൽ ബഡാദ, 2 വയസ്സിന്റെ വ്യത്യാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മൂത്ത ആള് 2 വയസ്സിന് മൂത്തതായിരുന്നു. ചെറിയ ആളാണെങ്കിലോ ചോട്ട കേവൽ 2 സാൽ ചോട്ടാത, ചെറിയ കുട്ടി 2 വയസ്സിന് ഇളയതായിരുന്നു. ദോനോം സ്കൂൾ മേം പഠിത്തേ ഥേ, 2 പേരും സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ജഡ്പട് 5വീ മേ, ജഡ്പട് 5ാം ക്ലാസ്സിലും. നട്കട് തീസരി മേം, നട്കട് 3ാം ക്ലാസ്സിലുമാണ് പഠിച്ചിരുന്നത്. ഓക്കെ, ചട്പട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5വീം. ചട്പട് 5വീമാണ്. നട്കടാണെങ്കിലോ തീസരി, 3ാം ക്ലാസ്സിലാണ് നട്കട് പഠിക്കുന്നത്. घर से दोनों भाई साथ साथ स्कूल जाते और साथ ही वापस घर आते. घर से വീട്ടിൽ നിന്ന്, ദോനോ ഭായി 2 സഹോദരങ്ങളും, സാത്ത് ഒന്നിച്ചാണ്, സ്കൂൾ ജാത്തെ സ്കൂളിൽ പോവാറുള്ളത്, और साथ ही वापस घर आते അതുപോലെ തന്നെ ഒന്നിച്ചാണ് അവര് വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളതും. സാത്ത് ഹി വാപ്പസ് ഗർ ആത്തെ, വീട്ടിലേക്ക് മടങ്ങി വരാറുള്ളതും ഒന്നിച്ചാണ്. അവർ ഒന്നിച്ച് സ്കൂളിൽ പോവുകയും ഒന്നിച്ച് തന്നെ അവർ തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ, അവർ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ, സ്കൂൾ ഉൻകെ ഗാവ് മേ നഹീം, അവരുടെ ഗ്രാമത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹീം, അവരുടെ ഗ്രാമത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല. ദൂസരേ ഗാവ് മേ, ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. ദൂരെ, ദൂസരേ ഗാവ് മറ്റൊരു ഗ്രാമം, മേം ഇൽ ആയിരുന്നു. അപ്പോൾ ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. വഹാം തക്ക് പൈദൽ ജാന പടുത്താത, അവിടെ വരെ അവർക്ക് കാൽനടയായിട്ട്, കാലുകൊണ്ട് നടന്നു പോവുക. അവിടെ വരെ അവരെങ്ങനെ പോകുമായിരുന്നു? കാൽനടയായിട്ട്. ജാന പഠിത്തത, പോവേണ്ടി വന്നിരുന്നു അവർക്ക്. അവർ കാൽനടയായിട്ട് അവർക്ക് പോവേണ്ടി വന്നിരുന്നു. കാൽനടയായിട്ടാണ് അവർ പോവാറുണ്ടായിരുന്നത്. ഓർ പൈദൽ ഹി വാപ്പസ് ആന പഠിത്തത, അതുപോലെ തന്നെ കാൽനടയായിട്ട് തന്നെയാണ് അവർ തിരിച്ചു വരാറുമുണ്ടായിരുന്നത്. ജാത്തേ സമയ രാസ്തേമേം, പോകുന്ന സമയത്ത്, രാസ്തേമേം വഴിയിൽ, ഉനേ കൈ ചീസേ മിൽത്തി തി, അവർ പല കാര്യങ്ങളും കാണുമായിരുന്നു. പല കാര്യങ്ങളും അവർക്ക് പോകുന്ന വഴിയിൽ കാണാനുണ്ടായിരുന്നു. പല വസ്തുക്കളും അവർക്ക് കാണാനുണ്ടായിരുന്നു. പല കാഴ്ചകളും അവർക്ക് കാണാനുണ്ടായിരുന്നു. പോക്കർ ബർഗദ് ഗേത്ത്, പോക്കർ കുളം, പോക്കർ എന്ന് പറഞ്ഞാൽ കുളം, ബർഗദ് ആൽമരം, ഗേത്ത് വയൽ, ബാഗ് തോട്ടം, നാല തോട്, और നദി.
वापस आने पर भी रास्ते में उन्हें कई चीजें मिलती थी. തിരിച്ചു വരുന്ന സമയത്തും വാപ്പസ് ആനെ പർബി തിരിച്ചു വരുന്ന സമയത്തും രാസ്തേമേ വഴിയിൽ ഉന്നേം അവർ കൈ ചീസയും പല വസ്തുക്കളും മിൽത്തീതി അവർക്ക് കാണാൻ സാധിച്ചിരുന്നു. പോകുന്ന സമയത്തും അവർ പല കാര്യങ്ങളും കാണാറുണ്ട്, വരുന്ന സമയത്തും അതുപോലെ പല കാഴ്ചകളും പല വസ്തുക്കളും അവർക്ക് കാണാൻ സാധിച്ചിരുന്നു. നദി, നാല, ബാഗ്, ഗേത്ത്, ബർഗദ് ആർ പോക്കർ. നദിയും തോടും തോട്ടവും വയലും അതുപോലെ തന്നെ ആൽമരവും കുളവും, നേരത്തെ പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ. അത്രയും കാര്യങ്ങൾ അവർ തിരിച്ചു വരുമ്പോഴും കാണാറുണ്ടായിരുന്നു. അതായത് പറയുന്ന സമയത്ത് നദിയും പോക്കറും, നദി എവിടെയാണുള്ളത്? സ്കൂളിൻ്റെ അടുത്താണ് അല്ലേ. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം നദിയാണ് കാണുന്നത്, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവസാനമാണ് നദി കാണുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അവർ കാണുന്നത് പോക്കറാണ്, കുളം. അപ്പൊ വീടിന്റെ അടുത്തായിട്ടാണ് കുളമുള്ളത്, സ്കൂളിന് അടുത്തായിട്ടാണ് നദിയുള്ളത്. പിന്നെ അതിന്റെ ഇടയ്ക്കൊക്കെയാണ് എന്തുള്ളത്? തോടും വയലും അതുപോലെ തന്നെ തോട്ടങ്ങളും ആൽമരം ഒക്കെ ഉള്ളത്. ഓക്കെ. ചട്പട് തേസ് തേസ് ചൽത്താതാ നടുക്കട് ധീരെ ധീരെ. ചട്പട് നല്ല സ്പീഡിലാണ് നടന്നിരുന്നത്, നടുക്കട് ധീരെ ധീരെ. നടുക്കടാണെങ്കിലോ വളരെ സാവധാനത്തിലാണ് നടന്നിരുന്നത്. അവൻ പല കാഴ്ചകളും കണ്ട് പല വികൃതികളും കാണിച്ച് അങ്ങനെ അവൻ സാവധാനത്തിലാണ് നടക്കാറുള്ളത്. പ്രകൃതിയെ ആസ്വദിച്ച് പ്രകൃതി സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹമാണ് ആ കുട്ടികളിലെ. അപ്പം പ്രകൃതി കണ്ട് ആസ്വദിച്ച് അങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ യാത്ര, പതുക്കെ. അതിനുവേണ്ടി ചേട്ടനാണെങ്കിൽ ഒന്നും നോക്കാതെ തിരിഞ്ഞു മറിഞ്ഞു നോക്കാതെ നേരെ സ്പീഡിലായിരുന്നു ചേട്ടൻ്റെ നടത്തം. झटपट बरगद तक पहुंच जाता तब तक नड़कड़ पोकर तक ही पहुंचा होता. झटपट ബർഗദ് വരെയാണ് എത്തുന്നത്. ചട്പട് നടന്നിട്ട് എവിടെ എത്തിയിട്ടുണ്ടാവും? ആൽമരം വരെ എത്തിയിട്ടുണ്ടാകും. തബ് തക്ക് അപ്പോഴത്തേക്കും, നടുക്കട് പോക്കർ തക്ക് ഹി പഹുഞ്ച് ഹോത്ത. നടുക്കട് പോക്കർ തക്ക് ഹി പഹുഞ്ച്. നടുക്കട് ആരാണ്? സഹോദരൻ, ചെറിയ സഹോദരനാണ് അല്ലെ, അനുജനാണ് നടുക്കട്. നടുക്കട് പോക്കർ തക്ക് ഹി പഹുഞ്ച ഹോത്ത. പോക്കർ പറഞ്ഞാൽ കുളം വരെയാണ് എത്തിയിട്ടുണ്ടാവുക. നമ്മളെ ജഡ്പട് ആൽമരം വരെ എത്തുന്ന സമയത്ത് കുളത്തിനടുത്ത് വരെ മാത്രമേ നടുക്കട് എത്തിയിട്ടുണ്ടാവുള്ളൂ. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം കാണുന്നതാണ് കുളം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സ്ഥലം വരെയേ നമ്മുടെ നടുക്കട് ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും ജഡ്പട് എവിടെ എത്തിയിട്ടുണ്ട്? ആൽമരം വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ. ജഡ്പട് ബാഗ് തക്ക് പഹുഞ്ച് ജാത്ത തബ് തക്ക് നടുക്കട് ഗേത്ത് തക്ക് ഈ പഹുഞ്ച ഹോത്ത. ജഡ്പട് തോട്ടം വരെ എത്തുന്ന സമയത്ത് നടുക്കട് എവിടെയാണ് എത്തിയിട്ടുണ്ടാവുക? വയലിനടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. झटपट नदी तक पहुंचा जाता तब तक नടുക്കട് നാലേ തക്ക് ഹി പहुंचा होता. झटपट നദീൻ്റെ അടുത്ത് എത്തിയാൽ നമ്മളെ നടുക്കട് എവിടെ എത്തിയിട്ടുണ്ടായിരിക്കും? നാലേ പറഞ്ഞ തോടിൻ്റെ അടുത്താണ് അവന് എത്തിയിട്ടുണ്ടാവുക. മാം കി ഹിദായത്ത് ദീക്കി झटपट को छोटे भाई का ध्यान रखना है. അമ്മയുടെ നിർദ്ദേശമുണ്ട്. എന്താണ്? झटपट को, झटपटिനോട് അമ്മ പറഞ്ഞിട്ടുള്ള കാര്യം, ചോട്ടേ ബായിക്ക സഹോദരനെ, ചെറിയ സഹോദരനെ, അവൻ്റെ അനുജനെ എന്ത് ചെയ്യണം? ധ്യാൻ രേഖന, ശ്രദ്ധിക്കണം, അവനെ നോക്കണം, നീ അവനെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ സ്കൂളിലേക്ക് അയക്കാറുള്ളത് അല്ലേ. അപ്പം നമ്മൾക്ക് താഴെ കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? മുതിർന്ന ആൾക്കാണുള്ളത് അല്ലേ. സ്കൂളിൽ പോകുന്ന സമയത്ത് താഴെയുള്ള അനുജനെ നോക്കേണ്ടത് മുതിർന്ന ആളായിരിക്കും. അപ്പം അവനോട് പറയും അനുജനെ നോക്കണം എന്ന് അമ്മ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. നടുക്കെടുക്കോ അപ്പനെ സാത്ത് ഹി രഖ്ന ഹേ. അവനെ നോക്കണം, അവനെ നീ എപ്പോഴും കൂടെ തന്നെ കൂട്ടണം, കൂടെ കൂട്ടി നടക്കണം എന്നമ്മ പറയാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता. उन्हें नड़कड़ को पुकार कर जल्दी चलने के लिए कहना पड़ता. അപ്പം എന്താണ്? നമ്മളെ സഹോദരൻ നടന്ന് എവിടെ എത്തിയിട്ടുള്ളൂ? വളരെ പിറകിലാണ് അല്ലേ, വളരെ പിറകിലാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता.
ചട്പടിന് മുമ്പോട്ടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പിന്നോട്ടേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നു. കാരണം എന്താണ്, സഹോദരൻ വളരെ പതുക്കെയാണ് വരുന്നതല്ലേ, അവനെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുള്ളത്, ചേട്ടനാണുള്ളത്. അപ്പോൾ ഈ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അവൻ എവിടെ എത്തിയിട്ടുണ്ട്, എന്താണ് അവൻ്റെ സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. उन्हें नड़खड़ को पुकार कर जल्दी चलने के लिए कहना पड़ता. അവനെ നടുക്കടിനെ വിളിച്ചിട്ട് വേഗം നടക്ക് എന്ന് പറയേണ്ടി വരും. അതായത് അവൻ വളരെ സാവധാനത്തിലാണ് വരുന്നത് അല്ലേ, അപ്പം വേഗം നടക്കാൻ വേണ്ടിയിട്ട് അവനോട് വിളിച്ച് പറയേണ്ടി വരുമായിരുന്നു. ബാർ ബാർ ലുക്കർ നടുക്കെടുക്ക ഇന്തസാർ കർണ പടുത്ത. ഇടയ്ക്കിടയ്ക്ക് അവനെ കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. വളരെ പിറകിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ അടുത്തെത്തുന്നത് വരെ അവനെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. പ്രതീക്ഷിച്ച് നിൽക്കുക, ഇന്തസാർ കർണ പറഞ്ഞാൽ പ്രതീക്ഷിച്ച് നിൽക്കുക, കാത്തു നിൽക്കുക. कभी स्कूल जाने के लिए देरी होती देख नड़खड़ का हाथ पकड़कर अपने साथ दौड़ाना भी पड़ता. कभी स्कूल जाने के लिए देरी होती देख, ഇടയ്ക്ക് സ്കൂളിലെത്താൻ, ഇവർ രണ്ടുപേരും രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണ് അല്ലേ, പക്ഷേ ചെറിയ സഹോദരൻ എന്താ ചെയ്യുന്നത്, പല കാര്യങ്ങളും കാണാൻ വേണ്ടി, പ്രകൃതിയിലെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയൊക്കെ തങ്ങി നിൽക്കും, പല കളികളും കളിക്കും, വികൃതികൾ, ഓരോ കുസൃതികൾ കാണിക്കും. അങ്ങനെ ചേട്ടൻ സ്കൂളിലെത്താൻ നേരം വൈകും. സ്കൂൾ ജാനേക്കിലിയ ദേരി ഹോത്തി ദേക്ക്. അപ്പോൾ സ്കൂളിലെത്താൻ നേരം വൈകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, സ്കൂളിലെത്താനുള്ള നേരമായി, അതിനുള്ള സമയം വൈകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നടുക്കെടുക്ക ഹാത്ത് പക്കടുക്കർ, നടുക്കടിൻ്റെ കൈ പിടിച്ചിട്ട് അപ്പനെ സാത്ത് ദൗഡാനാബി പെടുത്ത, തൻ്റെ കൂടെ കൂട്ടി ഓടുക. രണ്ടുപേരും കൂടെ എന്ത് ചെയ്യും, സ്കൂളിലെത്താൻ വൈകിട്ടുണ്ടെന്ന് മനസ്സിലായാൽ സഹോദരൻ്റെ കൈ പിടിച്ചിട്ട് ചേട്ടൻ ഓടാറുണ്ടായിരുന്നു. ചട്പട് പരേശാൻ ഹോ ജാത്ത ഓർ ഗർ ലൗഡ്കർ മാംസേ ശിക്കായത്ത് കർത്ത. അങ്ങനെ വളരെയധികം വിവശനായ, വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ് ആര്, ചേട്ടൻ, ഈ അനുജൻ കാരണം. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നു, വിവശനായിട്ട് ചേട്ടൻ അമ്മയോട്, അമ്മയോട് ശിക്കായത്ത് കർത്ത, അമ്മയോട് പരാതി പറയും. അനുജൻ എങ്ങനെയാണ് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ വികൃതികൾ ചെയ്യും, അതുകൊണ്ട് സ്കൂളിലെത്താൻ നേരം വൈകുന്നു, അത് മഹാകുസൃതിയാണ് എന്ന കാര്യമൊക്കെ അമ്മയോട് ചേട്ടനായ ചട്പട് ചെന്നിട്ട് പരാതി പറയാണ്. മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്താ ഹേ. അമ്മയോട് പറയാണ്, അമ്മേ അവൻ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ അമ്മേ എന്ന് പറയാണ്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്, ചോട്ടാ ഹേന മാ മുസ്കരാതെത്തിയ. അമ്മ ചിരിക്കും. അമ്മ ചിരിച്ചിട്ട് എന്താ പറയാ, മുസ്കരാന പുഞ്ചിരിക്കുക. ചേട്ടൻ്റെ പരാതി കേട്ടിട്ട് അമ്മ എന്താ ചെയ്യാറുള്ളത്, അമ്മ പുഞ്ചിരിക്കും. അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, എന്താ പറയുന്നത്, അമ്മ പുഞ്ചിരിച്ചുകൊണ്ട്, ചോട്ടാ ഹേന അവൻ ചെറുതല്ലേ, അവൻ കുഞ്ഞല്ലേ എന്നാണ് അമ്മ പറയാ. ഓർ ബഡേ കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹേ. മുതിർന്നവരല്ലേ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത്, അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം മുതിർന്നവർക്കല്ലേ ഉള്ളത് എന്നാണ് ആര് പറയാറുള്ളത്, അമ്മ പറയാറുള്ളത്. ചട്പട് ചുഞ്ചലാത്ത പർ കുച്ച് കഹ് ന പാത്ത. ചട്പട് ദേഷ്യം വരും ചട്പടിന്. പർ കുച്ച് കഹ് ന പാത്ത, പക്ഷെ അവനൊന്നും പറയാറില്ല. ദേഷ്യം വരുമെങ്കിലും അവനൊന്നും പറയാറില്ല. ബഡാദ മുതിർന്നതല്ലേ, വലിയ ചേട്ടനാണല്ലോ, ഈ ചെറിയ ആളുടെ ചേട്ടനാണല്ലോ. ചോട്ടാക്ക ധ്യാൻതോസെ രഗ്നാഹീത, ചെറിയ ആളെ സംരക്ഷിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. താഴെയുള്ള കുട്ടിയെ സംരക്ഷിക്കേണ്ടത്, അനുജനെ സ്കൂളിൽ കൊണ്ടുപോകേണ്ടതും കൂട്ടിക്കൊണ്ടുവരേണ്ടതൊക്കെ അവൻ്റെ ഉത്തരവാദിത്വമാണ്, അവനെ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യം വരുമെങ്കിലും എന്ത് ചെയ്യാറില്ല, ഒന്നും പറയാറില്ല. ഈ കുസൃതിയൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുമെങ്കിലും. ലേക്കിൻ ഉസേ ലഗ്താക്കി നടുക്കട് കുച്ച് ജ്യാദാ ഹി നടുക്കട് ഹേ. പക്ഷേ അവന് തോന്നാൻ തുടങ്ങി, ചേട്ടനിപ്പം അങ്ങനെ ഈ ഇടയായിട്ട് തോന്നാൻ തുടങ്ങി. എന്താ തോന്നാൻ തുടങ്ങിയത്, നടുക്കട് കുച്ച് ജ്യാദാ ഹി നടുക്കട് ഹേ. ഈ നടുക്കട് വളരെ വികൃതിയാണ്, അവൻ്റെ വികൃതി ഇത്തിരി കൂടി വരുന്നുണ്ട്. വികൃതിയൊക്കെ ആവാം, പക്ഷെ എന്താണ്, അവന് കുറച്ച് കൂടുതലാണ് അവൻ്റെ വികൃതി എന്ന് ചേട്ടൻ തോന്നാൻ തുടങ്ങി. रास्ता चलते रुककर पोकर के पानी के अंदर की मछलियां और पानी के ऊपर की बदकें देखने लगता है. എന്താണ്, സ്കൂളിൽ പോകുന്ന വഴിയിൽ നമ്മുടെ കൊച്ചനുജന്റെ പണി എന്താ, രാസ്ത ചലത്തെ രുക്കുക്കർ, വഴിയിലൂടെ പോകുന്ന സമയത്ത് രുക്കുക്കർ, അവിടെ നിന്നിട്ട് അവർ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ നിന്നിട്ട് പോക്കർക്കെ പാനിക്ക് അന്തർക്കി, കുളത്തിൻ്റെ
കുളത്തിനടുത്തെത്തുമല്ലോ അവർ. സ്കൂൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താണ് കുളമാണ് കാണാറുള്ളത്. അപ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ആ വെള്ളത്തിലൂടെ പോകുന്ന, വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളെ, കുളത്തിൽ വെള്ളത്തിനടിയിലായിട്ട് ഇങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ നടക്കൂലേ, അവ മത്സ്യങ്ങൾ നീന്തി നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുളത്തിനരികിൽ നിന്ന് ഇങ്ങനെ നോക്കും. മച്ചലിയോക്കോ പാനിക്കെ ഊപ്പർക്കി ആർ ബതക്കെ, വെള്ളത്തിനടിയിലുള്ള മത്സ്യങ്ങളെയും പാനിക്കെ ഊപ്പർക്കി ബതക്കെ, വെള്ളത്തിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന താറാവുകളെയും ദേഖ്നെ ലഗ്താ ഹെ, ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. മീൻ നോക്കി നിൽക്കും, താറാവിനെ നോക്കി നിൽക്കും. बरगद की ऊपर से नीचे आती जड़ें पकड़कर झूलने लगता है. ബർഗദ് പറഞ്ഞാൽ എന്താ? ആൽമരം. ആൽമരത്തിന്റെ ഊപ്പർ സെ നീച്ചെ ആത്തി, മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വേര് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആൽമരത്തിന്റെ വേര് പിടിച്ചിട്ട്, പക്കടുക്കർ പിടിച്ചിട്ട്, ജൂലിനെ ലഗ്താഹെ, ആടാൻ തുടങ്ങുന്നു. വേര് പിടിച്ച് ഇങ്ങനെ ആടി കളിക്കും, ഊഞ്ഞാലാട വേര് പിടിച്ചിട്ട്. गेत में घुसकर गाने की कोई चीज गोजने लगता है. വയലിൽ കയറിയിട്ട്, ഗേത്ത് വയലില് തോട്ടത്തില് വയലിൽ കയറിയിട്ട് എന്താ ചെയ്യുന്നത്? വയലിൽ കയറിയിട്ട് ഗാനേക്ക് കോയി, കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ബാഗ് സെ ഗുജർനെ പർ ആം യാ അമരോദ് തോടനെ ലഗ്താ ഹെ. തോട്ടത്തിൽ കയറിയിട്ട്, ബാഗസേ ഗുസർനെ, തോട്ടത്തിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു? ആം യാ അമരൂദ് തോടിനെ ലഗ്താ ഹെ, മാങ്ങയും അതുപോലെ തന്നെ പേരക്കയൊക്കെ പറിച്ചെടുക്കുന്നു. നാലേക്കോ ഉദർ സേ ഇധർ और इधर से उधर छलांग लगाकर पार करने का गेल गेलने लगता है. തോടിന്റെ അടുത്തെത്തും. അവർ നടന്ന് എവിടെ എത്തും? അവർക്ക് തോടൊക്കെ മുറിച്ച് കടന്ന് പോവാനുണ്ട് അല്ലേ. അപ്പൊ തോടിന്റെ അടുത്തെത്തുന്ന സമയത്ത്, അത് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് എന്താ ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി കളിച്ചിട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ തുള്ളി കളിച്ച് നടക്കും. ചലാങ്ക് ലഗാക്കർ പാർ കർണേക്ക ഗേൽ ഗേലിനെ ലഗ്താ ഹെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു. ഗേലിനെ കളിക്കുക, വെള്ളത്തിൽ കളിക്കുന്നു. നദിക്ക് പുൽ का जल्दी से पार करने के बजाय उसकी मुंडर से टिककर नीचे बहती नदी को निहारने लगता है. പിന്നീട് എന്താ ചെയ്യാറുള്ളത്? ആ നദിയുടെ അടുത്തെത്തി കഴിഞ്ഞാൽ, നദിയുടെ പാലത്തിലൂടെ പെട്ടെന്ന് തന്നെ പാസ് ചെയ്ത് പോരേണ്ട സമയത്ത് അങ്ങനെ ചെയ്യാതെ, ബജായി അങ്ങനെയൊന്നും ചെയ്യാതെ, അത് കൂടാതെ എന്താ ചെയ്യുക? ഉസ്കി മുണ്ടേർസെ ടിക്കർ, അതിൻ്റെ കൈവരിയിൽ നിന്നിട്ട്, നീച്ചേ ബഹത്തി നദിക്കോ നിഹാർനെ ലഗ്താ ഹെ, താഴെ ഒഴുകുന്ന നദി ഇങ്ങനെ നോക്കി നിൽക്കുക. നദി ഇങ്ങനെ ഒഴുകുന്ന നദി കാണാൻ നല്ല രസമാണല്ലേ. അപ്പൊ നദി ഒഴുകുന്നത് ഇങ്ങനെ നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കും നമ്മുടെ കൊച്ചനുജൻ. ഏക് ദിൻ തോ നഡ്ഖഡിനെ ഹദ് ഹി കർദി, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നഡ്ഖഡ് ഹദ് ഹി കർദി, അതിര് ലംഘിച്ചു. എന്തിന്റെ? വളരെ വികൃതിയാണ്, കുസൃതിയാണ് അല്ലെ. ആ വികൃതിയുടെ അതിര് ലംഘിച്ചു. ദോനോ ബായി സ്കൂൾ സേ ലൗട്ട് രഹേ ദേ, രണ്ട് സഹോദരങ്ങളും സ്കൂളിൽ നിന്നും തിരിച്ചു വരികയായിരുന്നു. നദി കാ പുൽ ആയ तो नडकड़ पुल पर चढ़ने के बजाय नीचे उधर गया और नदी किनारे जा पहुंचा. തിരിച്ചു വരുന്ന സമയത്ത് അനുജൻ എന്താണ് ചെയ്തത്? നടുക്കട എന്താ ചെയ്തത്? നദി കാ പുൽ ആയ, നദീന്റെ പാലത്തിനടുത്തെത്തി. തോ എങ്കിൽ, നടുക്കട് പുൽ പർ ചടനെ കെ ബജായ്, ഈ നടുക്കട്, വികൃതിയായ നടുക്കട് പാലത്തിൽ കയറുന്നതിന് പകരം നീച്ചേ ഉതർഗയ, താഴേക്ക് ഇറങ്ങി. പാലത്തിലേക്ക് കയറുന്നതിന് പകരം എന്താ ചെയ്തത്? താഴേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങിയ എന്താണ്? പുഴയാണ്, വെള്ളമാണ് അല്ലെ. ആർ നദി കിനാരെ ജാ പഹോഞ്ച, എന്നിട്ട് നദീ തീരത്തേക്ക് എത്തി. അവൻ താഴെ ഇറങ്ങി നദീ തീരത്തെത്തി. ബസ്തേ മേ പഹലെ സേ ബനാക്കർ രഗി ഹുയി കാഗസ് കി ദോ നാവേ നിഖാലി, എന്നിട്ട് അവൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ബസ്തേ മേ, അവന്റെ ബാഗില് പഹലേസെ, ആദ്യം തന്നെ ബനാക്കർ രഗി, ഉണ്ടാക്കി വെച്ചിട്ടുള്ള
കാഗസ് കി ദോ നാവേ, കടലാസിന്റെ 2 തോണികൾ നിഗാലി പുറത്തേക്ക് എടുത്തു. അവൻ അവിടെ ചെന്നിരുന്നിട്ട് അവന്റെ ബാഗ് അവിടെ ഒരു സ്ഥലത്ത് വെച്ച് ബാഗിൽ നിന്ന് നേരത്തെ അവൻ കരുതിക്കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് കളിക്കാൻ വേണ്ടി 2 കടലാസ് തോണി. ആ കടലാസ് തോണി അവൻ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. ആർ ഏക്ക് കർക്കെ ബഹത്തെ പാനീയമേ ചോടുതി, എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. നാവേ ബഹ് ചലി, തോണി ഒഴുകാൻ തുടങ്ങി. തോ എങ്കിൽ നടുക്കട് ഗുഷ് ഹോക്കർ താലി ബച്ചാനേ ലഗ, നടുക്കടിന് വളരെയധികം സന്തോഷമായി. അവൻ സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. ഉദർ പുൽ പർ പഹൂഞ്ച് ചുക്കേ ഝട്പടിനെ പീച്ചെ മുടുക്കർ ദേക്ക, അവിടെ പാലത്തിന് മുകളിലെത്തിയ ഝട്പട് പീച്ചെ മുടുക്കർ ദേക്കാത്തോ നടുക്കട് നെഹീന്തിക്ക, പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ നടുക്കടിനെ കാണാനില്ല. ഝട്പട് ഘബരാഗയ, ഝട്പട് വളരെയധികം ഭയന്നു. കി നടുക്കട് കഹാങ്കയ്യ, എന്താണ് ഭയക്കാൻ കാരണം? നടുക്കട് എവിടെ പോയി? തിരിഞ്ഞു നോക്കിയപ്പോൾ നടുക്കടിനെ കാണാനില്ല. അവൻ എവിടെ പോയി? ആകെ വെപ്രാളത്തിലായി, ഭയന്നു പോയി. താലി ബജിനേക്ക് ആവാസ് സുൻകർ നീച്ചെ ദേക്ക, അപ്പോഴാണ് അങ്ങനെ കയ്യടി ശബ്ദം കേട്ടത്. കയ്യടി ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു? താഴേക്ക് നോക്കി. തോ നടുക്കട് നീച്ചെ നദി കിനാരെ ഗഠാധിക, അപ്പോഴെന്താ കണ്ടത്? നടുക്കട് നീച്ചെ, നടുക്കട് താഴെ, നദീ കിനാരെ നദീ തീരത്ത്, ഗഠാധിക നിൽക്കുന്നത് കണ്ടു. അപ്പോ നടുക്കട് എന്താ ചെയ്യുന്നത്? നദീ തീരത്ത് നിന്ന് ക്ലാപ്പ് ചെയ്യാണ്. അതാണ് നമ്മുടെ ഝട്പട് കണ്ടത്. ഝട്പട് കോ ഉസ് പർ ബഡാ ഗുസ്സ ആയ, ഝട്പടിന് അവനോട് വളരെയധികം ദേഷ്യം വന്നു. ഗുസ്സ, ദേഷ്യം. എന്ത് പണിയാണ് ചെയ്യണേ അല്ലേ? സ്കൂളിൽ നിന്ന് വരികയാണ്. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നേരെ വീട്ടിലെത്തണ്ടേ. അതിന് പകരം എന്താ ചെയ്തത്? ആ വെള്ളം കണ്ടിട്ട്, നദി കണ്ടിട്ട് അവിടേക്ക് ഇറങ്ങിപ്പോയി കടലാസ് തോണിയിട്ട് കളിക്കുകയാണ്. അത് കണ്ടിട്ട് ചേട്ടന് ദേഷ്യം വന്നു. ജോർസെ ചില്ലാക്കർ ബോല, ഉറക്കെ വിളിച്ചു പറഞ്ഞു. അരേ ചോട്ടോ തും കഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ, എടാ അനിയ, നീ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്. ഝട്പടിനെ ഛാങ്കുക്കർ ഊപ്പർ ദേക്ക, അപ്പോഴാണ് നടുക്കട് അപ്പോഴാണ് ആ പരിസരബോധം ഉണ്ടായത്. നടുക്കട് പെട്ടെന്ന് ഞെട്ടിയിട്ട് മുകളിലേക്ക് നോക്കി. ആർ നദീ കിനാരെ രഘ അപ്പന ബസ്ത ഉടാനെ കിലിയെ ചുക്ക, എന്നിട്ട് നദീ തീരത്ത് വെച്ചിട്ടുള്ള തൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കുനിഞ്ഞു. ചേട്ടൻ വിളിച്ചതിൽ പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോയില്ലേ. അങ്ങനെ അവൻ അവിടെ താഴെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അവൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞു. അച്ചാനക് ഉസ്കാ പൗ ഫിസല, പെട്ടെന്ന് അവൻ്റെ കാല് വഴുതി. ആർ വഹ് പാനിമേ ഗിർപട, അവൻ എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീണു. പാനിക്ക ബഹാവ് തേസ് ദാ, നല്ല ശക്തമായ ഒഴുക്കായിരുന്നു വെള്ളത്തിന്. ആർ നടുക്കടുക്കോ തൈർനാനഹിയും ആത്താത, നടുക്കട് നീന്താൻ അറിയുമായിരുന്നില്ല. ചോട്ടാ പർ ഹീത്തോ ദാ, അവൻ ബഹുഗയ, അവൻ എന്താണ്? അവൻ ചെറിയ കുട്ടിയാണ്. എന്തായി? അവൻ ഒഴുകിപ്പോയി. ബഹുഗയ, അവൻ ഒഴുകിപ്പോയി. ഡൂബത്തെ ഉദരാത്തെ ദൂർ ജാനെ ലഗ, അവൻ മുങ്ങിയും അങ്ങനെ മുങ്ങിയും പൊങ്ങിയും ഇങ്ങനെ എന്താന്ന് തുടങ്ങി? ദൂരേക്ക് പോവാൻ തുടങ്ങി. ഝട്പട് കോ തൈർന ആത്താത, നമ്മുടെ ഝട്പടിന് നീന്താൻ അറിയുമായിരുന്നു. ഉസ്നെ ജഡ് അപ്പന ബസ്ത പീഡ്സെ ഉദാക്കർ പുൽക്കി മുണ്ടേർ പർ രഖ, അവൻ പെട്ടെന്ന് തന്നെ തൻ്റെ ബാഗ് അഴിച്ചിട്ട് പുൽക്കി മുണ്ടേർ പർ, പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചു. അവർ നദീമേ കൂത് പട, എന്നിട്ട് നദിയിലേക്ക് എടുത്തു ചാടി. ദോടി ദൂർ തൈർനേക്കെ ബാദ് ഹി ഉസ്നെ നടുക്കട് കോ പക്കട് ലിയ, അല്പദൂരം നീന്തിയതിന് ശേഷമാണ് അവന് നടുക്കടിനെ പിടിക്കാൻ കിട്ടിയത്. അവർ കിനാരെ പർ ലേ ആയ, അവനെ പിടിച്ചുകൊണ്ട് അവൻ തീരത്തേക്ക് കൊണ്ടുവന്നു. ഝട്പട് കോ ഇത്തനാ ഗുസ്സ ആ രഹാദാക്കി, ഝട്പടിന് ഇത്രയും ദേഷ്യമുണ്ടായിരുന്നു. എത്രയും ദേഷ്യമുണ്ടായിരുന്നു? നടുക്കട് കോ ധോ ജാപ്പട് ലഗായേ, നടുക്കടിനെ നല്ല 2 അടി കൊടുക്കാനുള്ള ദേഷ്യം ആർക്കുണ്ടായിരുന്നോ? ഝട്പടിന്, ചേട്ടനായ ഝട്പടിനുണ്ടായിരുന്നു. വികൃതിയായ അനുജന് നല്ല 2 എണ്ണം പൊട്ടിച്ചു കൊടുക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പർ നടുക്കട് ഇത്തനാ ഡരാ ഓർ ഗബരായ ഹുവാദ, പക്ഷേ നടുക്കട് ഇത്തനാടര, നമ്മുടെ വികൃതിയായ നടുക്കടി വളരെയധികം ഭയന്നിട്ടുണ്ടായിരുന്നു. അവൻ കരുതിയതല്ല അങ്ങനെ വെള്ളത്തിലേക്ക് വീണു പോകുമെന്നും ഒഴുകിപ്പോകുമെന്നും അവൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സംഭവിച്ചാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവൻ വളരെയധികം ഭയന്നാണ് അങ്ങനെ നിൽക്കുന്നത്. ഗബരാ ഹുവാദാ കി ഉസേ ചോട്ടേ ബായ് പർ പ്യാർ
ആകയ. അങ്ങനെ ഭയന്നു വിറച്ചു നിൽക്കുന്ന കൊച്ചനുജനെ കണ്ടപ്പോൾ ചേട്ടൻ അവനോട് സ്നേഹം തോന്നി. അവനെ അടിക്കാൻ തോന്നിയില്ല. നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, നല്ല രണ്ടെണ്ണം കൊടുക്കാളെ. പക്ഷെ എന്ത് ചെയ്തില്ല, അടിച്ചില്ല, അടിക്കാൻ തോന്നിയില്ല. കാരണം എന്താണ്, കൊച്ചനുജൻ എങ്ങനെയാ നിൽക്കുന്നത്, വളരെയധികം ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ ചേട്ടൻ അവനോട് സ്നേഹം തോന്നി. കി ഉസേ ചോട്ടേ ബായി പർ പ്യാർ ആ ഗയ. അവന് കൊച്ചനുജനോട് സ്നേഹം തോന്നി. ഉസ്നെ നടുക്കടുക്ക ഹാത്ത് പക്കടേ പക്കടേ ഉസ്കാ ബസ്ത ഉടായ और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगा. ഉസ്നെ നടുക്കടുക്ക ഹാത്ത് പക്കടേ. അവൻ നടുക്കടിന്റെ കൈ പിടിച്ചിട്ട് ഉസ്കാ ബസ്ത ഉടായ, അവന്റെ ബാഗ് എടുത്തു. നടുക്കട് താഴെ അഴിച്ചു വെച്ചിരുന്ന ബാഗ് എടുത്തു. ആർ പുൽ തക്ക് പഹൂഞ്ചാനെ വാലി, എന്നിട്ട് പാലം വരെ എത്താനുള്ള ചടായി ചടനേലക, സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. പുൽ പർ പഹൂഞ്ചാ ഹി ധാ കി നടുക്കട് അച്ചാനക്ക് ഗല ഫാഡ്കർ രോനലക. അങ്ങനെ അനുജനെ കൂട്ടിക്കൊണ്ട് പാലത്തിലെത്തി. പുൽ പർ പഹുഞ്ചാഹി, പാലത്തിൽ കയറിയപ്പോൾ തന്നെ നടുക്കട് അച്ചാനക്ക് ഗല ഫാഡ്കർ രോനലക, നടുക്കട് പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട കീറിയാണ്ട് അലറി കരയാൻ തുടങ്ങി. ചെഡ്പടിനെ കഹ, അപ്പൊ ചെഡ്പട് പറയാണ്, അബ് തോ തും വഹ് ജാനേ സേ ബച്ച് ഗയേ ഹോ ഫിർ ക്യോം രോ രഹേ ഹോ. നീ ഇപ്പൊ വെള്ളത്തിൽ ഒഴുകി പോവേണ്ടതായിരുന്നു, ഒഴുകി പോവേണ്ട നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി, പിന്നെ നീ എന്തിനാണ് കരയുന്നത്? നടുക്കടിനെ രോത്തേ രോത്തേ കഹ. അപ്പൊ നടുക്കട് കരഞ്ഞുകൊണ്ട് പറയാണ്, വളരെയധികം കരഞ്ഞുകൊണ്ട്, ഉച്ചത്തെ കരഞ്ഞുകൊണ്ട് പറയാണ്, തും ഗർ ജാക്കർ മാംസേ മേരി ശിക്കായത്ത് കരോഗെ. നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് എന്നെ പരാതി പറഞ്ഞാലോ? അവൻ വെള്ളത്തിലേക്ക് അങ്ങനെ വികൃതികളൊക്കെ ചെയ്തു, വെള്ളത്തിൽ പോയി ഞാൻ അവനെ രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ അമ്മയോട് ചെന്ന് പരാതി പറഞ്ഞാലോ? അമ്മയോട് പരാതി പറഞ്ഞാൽ എന്താ, നല്ല അടി കിട്ടൂലേ? അത് പേടിച്ചിട്ടാണ് ആര് കരയുന്നത്? നമ്മുടെ നടുക്കട്, വികൃതിയായ നടുക്കട് കരയാണ്. അഗർ എന്ന കരും തോ. അപ്പൊ ചേട്ടൻ പറയാണ്, അങ്ങനെ ചെയ്തില്ലെങ്കിലോ? പക്ഷേ അഗർ, ഒരു പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിലോ? തോ ജോ കഹോ, എന്നാ നീ പറ, നിനക്ക് എന്താ വേണ്ടത്? എന്നാ നീ പറയാ, ഈ പറയണ കാര്യം ഞാൻ ചെയ്തു തരാന്നുള്ള രീതിയിലാണ് പറയണത് കേട്ടോ. നടുക്കടുക്ക രോന ബന്ദ് ഹോകയ, നടുക്കടിന്റെ കരച്ചിൽ നിന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നടുക്കടിന്റെ കരച്ചു നിന്നു. മുജേ കാഗസ് കി നാവ് ബനാന നെഹി ആത്ത തും സിഖാദോഗെ. കരച്ചിൽ നിർത്തിയിട്ട് അവൻ എന്താണ്, നിനക്ക് എന്താ വേണ്ട വെച്ചാ പറഞ്ഞു തരാ, ചെയ്തു തരാന്ന് പറഞ്ഞല്ലേ? അപ്പൊ ചേട്ടൻ പറയാണ്, നടുക്കടുക്ക രോന ബന്ദ് ഹോഗയ മുജേ കാഗസ് കി നാവ് ബനാന നെഹി ആത്ത. അപ്പൊ ചേട്ടൻ പറയാണ്, മുജേ കാഗസ് കി നാവ് ബനാന നെഹി ആത്ത, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല. തും സിഖാദോഗെ, നീ പഠിപ്പിച്ചു തരുമോ? ഉസ്മേ ക്യാ ഹേ. അതിന് പിന്നെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയാണ് അനുജൻ. നടുക്കട് ഖുഷ് ഹോക്കർ പോലെ. നടുക്കട് വളരെയധികം സന്തോഷത്തോടെയാണ് പറയണത്. കാരണം അമ്മയോട് അടി കിട്ടൂലല്ലോ, അമ്മയോട് പോയി പരാതി പറയില്ല എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നടുക്കട് വളരെയധികം സന്തോഷത്തോടെ പറയാണ്, ആയിക്കോട്ടെ ഞാൻ പഠിപ്പിച്ചു തരാം, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് പറയാണ്. പർ മുജേ തൈർനാ നഹി ആത്ത തും സിഖാദോഗെ. പക്ഷെ എനിക്ക് നീന്താനും അറിയില്ല, നീ എന്നെ പഠിപ്പിച്ചു തരുമോ എന്ന് ആര് ചോദിക്കുകയാണ്? നമ്മുടെ വികൃതിയായ അനിയൻ ചോദിക്കുകയാണ് അല്ലേ. ഉസ്മേ ക്യാ ഹേ. അതിനെന്താണ്? ചട്പടിനെ മുസ്കരാത്തെ ഹുയെ നടുക്കടുക്കെ ശബ്ദോം കി നക്കൽ കി ഓർ ദോനോ ബായി ഹസ് പടേ. എങ്ങനെയാണ് ചേട്ടൻ അത് പറഞ്ഞത്? എങ്ങനെയാണോ ആ കൊച്ചനുജൻ പറഞ്ഞിരുന്നത്, അവൻ്റെ ആ രീതിയിൽ, അവൻ പറഞ്ഞ അതേ രീതിയിൽ ഒരു കൊഞ്ചലോട് കൂടിയാണ് ആര് പറഞ്ഞത്? ചേട്ടനും പറഞ്ഞത്. അത് കേട്ടിട്ട് രണ്ടുപേരും എന്ത് ചെയ്തു? ദോനോ ബായി ഹസ് പടേ, രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി. ലേക്കിൻ ചട്പടിനെ नड़कड़ का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उड़ाया. ജഡ്പടിനെ നടുക്കടുക്ക ബസ്ത. ചട്പട് നടുക്കടിന് അവൻ്റെ ബാഗ് അവനെ കൊണ്ട് പിടിപ്പിച്ചു. അവൻ്റെ ബാഗ് അവനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് പുൽക്കി മുണ്ടർ പെർസെ അപ്ന ബസ്ത, പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ടുള്ള തൻ്റെ ബാഗ് എടുത്തു. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല. എന്നിട്ട് പെട്ടെന്ന് ചിന്തിതനായിക്കൊണ്ട്, അവളെ ചിന്തിച്ചുകൊണ്ട് പറയാണ്, എന്താ പറഞ്ഞത്? ചിന്തിത് ഹോക്കർ ബോല, അരേ ചോട്ടെ ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ ഹേ. അരേ ചോട്ടെ ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ ഹേ. അല്ല അനിയ, നമ്മൾ രണ്ടുപേരുടെയും വസ്ത്രം നനഞ്ഞിരിക്കല്ലേ,
നനഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. രണ്ടുപേരുടെയും വസ്ത്രം എങ്ങനെയാണ്? കപ്പടെ ഭീഗ് ഗയേ ഹേ, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഹമേ ഭീഗേ കപ്പടോ മേ ദേക്ക് മാം പൂച്ചേഗി തോ ക്യാ കഹേങ്കേ. ഈ നനഞ്ഞ വസ്ത്രങ്ങളോടെ അമ്മ നമ്മളെ കണ്ടാ ചോദിക്കും, തോ ക്യാ കഹേങ്കി, അപ്പോൾ എന്തു പറയും? നമ്മുടെ നനഞ്ഞ വസ്ത്രത്തോടെ അമ്മയുടെ മുമ്പിലേക്ക് ചെന്ന് പെടുകയാണെങ്കിൽ അമ്മ എന്തായാലും ചോദിക്കും. അപ്പോൾ നമ്മൾ എന്തു പറയും? ഹാ ബഡേ അബ്, ആ ചേട്ടാ അത് ശരിയാണല്ലോ, അബ് ഇനിയിപ്പം എന്താ ചെയ്യാന്ന് ചോദിക്കാണ് അനിയൻ. നടുക്കടനെ ഏക്ക് പൽ സോച്ച ആർ ബോല, നടുക്കട് ഒരു നിമിഷം ചിന്തിച്ചു എന്നിട്ട് പറയാണ്, ആവോ ദൗഡ് ലഗാത്തേ ഹേ. നല്ല ഐഡിയ ആണ് നമ്മുടെ നടുക്കടിൻ്റെ അടുത്ത് അല്ലേ, എപ്പോഴും വികൃതിയാണ്, നല്ല ഐഡിയ ഉള്ള ആളാണ് ആര്? നമ്മുടെ നടുക്കട്. അപ്പം നടുക്കട് പറയാണ്, അവന് പെട്ടെന്നൊരു ഐഡിയ കിട്ടി. അപ്പം അവൻ പറയാണ്, ആവോ ദൗഡ് ലഗാത്തേ, വരൂ നമുക്ക് എന്ത് ചെയ്യാം, ഓടാം. കപ്പടെ അപ്പനെ ആപ്പ് സൂക്ക് ചായെങ്കിൽ, വസ്ത്രം താനെ ഉണങ്ങിക്കോളും. നമുക്ക് നല്ല സ്പീഡിൽ ഓടിയാൽ എന്ത് ചെയ്യും, ആ കാറ്റിൽ എന്താവും, നമ്മുടെ വസ്ത്രമൊക്കെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും എന്ന് പറയാണ്. ആ ടീക്ക്, അത് ശരിയാണ്. ചട്പടനെ അപ്പന ബസ്ത പീട്ട് പർ ടാങ്കത്തെ ഹുയേ കഹാ. ചട്പട് തൻ്റെ ബാഗ്, തൻ്റെ ബസ്ത ബാഗ്, ചട്പട് തൻ്റെ ബാഗ് പുറത്ത് തൂക്കിയിട്ട് കൊണ്ട് പറഞ്ഞു. ടാങ്കിന പറഞ്ഞാൽ തൂക്കിയിടുക. नड़कड़ ने भी अपना बस्ता पीठ पर टांगा लिया और चटपट के बराबर गड्ढे होकर दौड़ शुरू करने के अंदाज में बोला, 1 2 3. നടുക്കടിനെ ബി അപ്പന, നടുക്കടും എന്ത് ചെയ്തു? നടുക്കടും തൻ്റെ ബാഗ് പുറത്ത് തൂക്കിയിട്ടു. എന്നിട്ട് ജഡ്പടിക്കെ ബരാബർ, രണ്ടുപേരും തുല്യമായിട്ട് ഒരേ ഇതിൽ നിൽക്കുകയാണ്, തുല്യമായിട്ട് ലെവലിൽ നിൽക്കുക. രണ്ടുപേരും ലെവലിൽ നിന്നിട്ട് 1 2 3 എന്ന് എണ്ണിയിട്ട് ഓടാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിന്നങ്ങാണ്ട് 1 2 3 എന്ന് എണ്ണാണ്. ദോനവും ദാട് പട, എന്നിട്ട് രണ്ടുപേരും ഒരേ ലെവലിൽ അങ്ങോട്ട് ഓടാണ്. ആകെ പീച്ചേ നഹീം, ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ സാത്ത് സാത്ത്. ആകെ പീച്ചെ, മുന്നിലും പിറകിലുമായിട്ടല്ല രണ്ടുപേരും ഓടുന്നത്, രണ്ടുപേരും എന്താണ്, കൈ പിടിച്ചിട്ട് ഒപ്പത്തിനൊപ്പം ഓടുകയാണ്. സർദിയാം അബി ശുരു നഹി ഹുയി ദി, മൗസം സാഫ് ദ. അവിടെ ഒരു തണുത്ത കാലാവസ്ഥയായിരുന്നു, അപ്പോഴെന്താണ്, തണുപ്പ് വിട്ടിട്ടില്ല. സർദിയാം അബി ശുരു ഹുയി ദി, അപ്പോഴും ഒരു തണുത്ത കാലാവസ്ഥയായിരുന്നു. മൗസം സാഫ് ദ. चड़कीली धूप निकली हुई थी, दोनों भाई मसे में दौड़ते चले गए, नाला पार किया. चड़कीली धूप निकली हुई थी, ഇളം വെയിൽ, ധൂപ് പറഞ്ഞ വെയിൽ, അത് തിളങ്ങുന്ന വെയിലുണ്ടായിരുന്നു. ദോനോം ബായി മസേമേ ദൗഡ്തേ ചലേഗിയെ, രണ്ട് സഹോദരങ്ങളും വളരെയധികം രസകരമായിട്ട് തന്നെ ഓട്ടം തുടങ്ങി. രണ്ടുപേരും കൂടെ അങ്ങനെ ഓടുകയാണ്, വസ്ത്രം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. വളരെയധികം രസകരമായിട്ട് തന്നെയാണ് അവർ ഓടുന്നത്. നാലാ പാർക്കിയ, അവരെന്ത് ചെയ്തു? തോട് അവർ പാസ് ചെയ്തു പോയി. ബാഗ് പാർക്കിയ, തോട്ടം. ഗേത്ത്, വയൽ, അങ്ങനെ വയലും കടന്നുപോയി. ബർഗദ് കോബി പീച്ചേ ചോട് ദിയ, അവർ ആൽമരത്തിനെയും അവർ പിന്നിലാക്കി. ലേക്കിൻ പോക്കർ തക്ക് പഹുഞ്ചത്തെ ദോനോ ദിക്ക് ഗയേ. അങ്ങനെ രണ്ടുപേരും ഓടി ഓടി പോക്കർ തക്ക്, കുളക്കരയിലെത്തിയപ്പോഴത്തേക്കും, കുളത്തിനടുത്തെത്തിയപ്പോഴത്തേക്കും രണ്ടുപേരും ദിക്ക് ഗയെ, ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നദീൻ്റെ ഭാഗത്തുനിന്ന് ഓടാൻ തുടങ്ങിയതാണ് അല്ലേ. ഓടി ഓടി എവിടെ എത്തി? കുളത്തിൻ്റെ ഭാഗത്തെത്തി. ആ കുളത്തിൻ്റെ ഭാഗത്തെത്തിയാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അവരുടെ വീടായില്ലേ, അവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ളൂ വീട്ടിലേക്ക്. വീട്ടിൽ നിന്ന് ആദ്യം വരുന്ന സമയത്തിന് ആദ്യം കാണുന്നത് എന്താണ്? പോക്കറാണ്. അപ്പോൾ അവർ പോക്കറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വീട്ടിലെത്താനായി എന്നാണ് പറഞ്ഞത്. ആ സമയമായപ്പോഴത്തേക്കും അവരെന്തായിട്ടുണ്ടായിരുന്നു? ഓടി 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 ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അവർ രുക്കുകയെ, അവരെ ക്ഷീണിച്ച് അവശരായ അവരെന്ത് ചെയ്തു? അവിടെ നിന്നു. കപ്പടയെ സൂക്കുകയെ, അപ്പൊ നോക്കിയപ്പോ എന്താണ്? അവരുടെ വസ്ത്രം ഉണങ്ങിയിട്ടുണ്ട്. കപ്പടയെ സൂക്കുകയെ ചോട്ടെ, അനുജ വസ്ത്രം ഉണങ്ങിയിരിക്കുന്നു. ജഡ്പടിനെ ഹാഫ്തേ ഹുയേ ലേക്കിൻ ഗുഷ് ഹുയേ കഹാ. ജഡ്പട് കിതച്ചുകൊണ്ടാണെങ്കിലും വളരെയധികം സന്തോഷത്തോടെയാണ് പറയുന്നത്. ഹാ ബഡേ
വാക്കൈ, അതെ, യഥാർത്ഥത്തിൽ ഉണങ്ങിയിരിക്കുന്നു നമ്മുടെ വസ്ത്രം എന്ന് ആര് പറഞ്ഞു? അനുജനും പറഞ്ഞു. കപ്പടെ തോ സൂക്കുകയെ, വസ്ത്രം യഥാർത്ഥത്തിൽ ഉണങ്ങിയിരിക്കുന്നു. നടുക്കടിനെ ബി ഖുഷ് ഹോക്കർ കഹ, നടുക്കടും വളരെയധികം സന്തോഷത്തോടെ പറഞ്ഞു. ഇനി അമ്മയോട് വഴക്ക് കേൾക്കൂല അല്ലെ, വെള്ളം നനഞ്ഞത് കണ്ടാലാണ് അമ്മ ചോദിക്കുക. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ് നടന്ന സംഭവം മറച്ചു വെക്കാൻ പറ്റും. വസ്ത്രമൊക്കെ ഉണങ്ങിയിരിക്കുന്നു. അവർ വളരെയധികം ഹാപ്പിയായി. തബി നടുക്കടുക്കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കന്നി കിട്ടി ദിഖായി പടി. അങ്ങനെ ആ സമയത്താണ് അപ്പോഴെന്താ ഉണ്ടായത്? നടുക്കെടുക്കോ പോക്കർ കിനാരെ തക്ക്, ആ കുളക്കരയിൽ നിന്നും ഏക്ക് ചികന്നി കിട്ടി, ഒരു തിളങ്ങുന്ന കല്ല്. ദിഗായി പടി, ആര് കണ്ടു? നടുക്കട് കണ്ടു. നടുക്കട് മഹാവികൃതിയാണ്, പല കളികളും അവന്റെ കയ്യിലുണ്ട്, വികൃതി. അപ്പൊ ആ വികൃതിയായ നടുക്കട് എന്ത് കാണുന്നു? നടുക്കട് എന്ത് കാണുന്നു? ഒരു തിളങ്ങുന്ന കല്ല് കാണുന്നു. നടുക്കടിനെ ഉസേ ഉഡാലിയ, നടുക്കട് ആ തിളങ്ങുന്ന കല്ലെടുത്തു. और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की तरह पर उछलती हुई दूर तक चली. നടുക്കടിനെ ഉസേ ഉഡാലിയ, നടുക്കട് ആ തിളങ്ങുന്ന കല്ലെടുത്തു. നല്ല മിനുസമുള്ള കട്ടിയില്ലാത്ത കനം കുറഞ്ഞ ഒരു തിളങ്ങുന്ന കല്ലായിരുന്നു. ആ കല്ലാരെടുത്തു? നടുക്കടെടുത്തു. എന്നിട്ട് തിർച്ചേ ഹോക്കർ ഉസേ ഇസ് തരഹ, എന്നിട്ട് അതിനെങ്ങനെ പിടിച്ചിട്ട് ഇസ് തരഹ് ഫെങ്ക, ഇത്തരത്തിൽ കുനിഞ്ഞു നിന്നിട്ട് ആ കല്ലിനങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ചെരിച്ചിങ്ങനെ എറിയ, ചെരിച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞു. തരഹ് പർ ഉചൽത്തി ഹുയി ദൂർ തക്ക് ചലി ഗയി, അത് ആ വെള്ളത്തിലേക്ക് എറിഞ്ഞ സമയത്ത് അത് വെള്ളത്തിൽ ഉചൽത്തി ഹുയി, തുള്ളി തുള്ളി ഇങ്ങനെ 2-3 മറിച്ചിൽ മറിഞ്ഞിങ്ങനെ ചാടി 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 ഇങ്ങനെ എന്തായി? അത് പോയി. ദേഖാ ദേഖി ജഡ്പടിനെ ബി ഏക്ക് ഗിട്ടി ഉടാക്കർ ഫേങ്ക് ദിയ, അത് കണ്ടപ്പോൾ നമ്മുടെ ചേട്ടൻ ചഡ്പട് എന്ത് ചെയ്തു? ചേട്ടനും എടുത്തൊരു കല്ല്, ഗിട്ടി ഉടാക്കർ ഫേങ്ക് ദിയ, ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏക് ദം പാനി മേ ഗുഡുപ് ഹോ ഗയി, പക്ഷേ ചേട്ടന്റെ കല്ല് ഏക് ദം പാനി മേ, പെട്ടെന്ന് തന്നെയാണ് വെള്ളത്തിലേക്ക് ഇട്ട ഉടനെ തന്നെ എന്ത് ചെയ്തു? അത് വെള്ളത്തിൽ അപ്രത്യക്ഷമായി. ബെഡേ തുംകോ ഗിട്ടി പൗരാന നെഹിയാത്ത, അപ്പൊ അനുജൻ ചോദിക്കാണ്, ചേട്ടാ നിനക്ക് വെള്ളത്തിലേക്ക് കല്ലിങ്ങനെ എറിയാൻ അറിയില്ലേ? ഗിട്ടി പൗരാന, അങ്ങനെ കല്ലിങ്ങനെ പരത്തി ഇങ്ങനെ എറിഞ്ഞിങ്ങനെ തെറിപ്പിക്കുക, വെള്ളത്തിൽ ഇങ്ങനെ ചടിച്ച് വിടാൻ നിനക്കറിയില്ലേ എന്ന് ചോദിക്കാണ്. ആ ചോട്ടെ തും സിഗാ സക്തേ ഹോ, അനുജ നീ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് ചേട്ടൻ. ക്യോ നെഹി അബീലോ, എന്തുകൊണ്ടില്ല, അങ്ങോട്ട് നോക്ക്, ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയണ ഞാൻ. നടുക്കടിനെ ധ്യാൻസേ നീച്ചെ ദേക്കറേക്ക് ഗിട്ടിയുടായി ആർ ചട്പട് കോ ദിക്കാത്തേ ഹുയേ ബോല, നടുക്കട് പെട്ടെന്ന് തന്നെ ശ്രദ്ധയോടെ നോക്കിയിട്ട് അവിടെ നിന്ന് അതുപോലുള്ളൊരു കല്ല് തിരഞ്ഞെടുക്കുകയാണ്. മിനുസമുള്ള കട്ടിയില്ലാത്ത കല്ല് താഴെ നിന്നും ആര് തിരഞ്ഞെടുക്കുന്നു? അനുജനായ നടുക്കട് തിരഞ്ഞെടുക്കുന്നു. ആർ ചട്പുടുക്കോ ദിക്കാത്തേ ഹുയ പോലെ, എന്നിട്ട് ആ കല്ല് ചേട്ടനെ കാണിച്ചു കൊണ്ട് പറയാണ്, ചേട്ടന് കാണിച്ചു കൊടുക്കണം ആ കല്ല് എങ്ങനെയുള്ള കല്ലായിരിക്കണമെന്ന് ചേട്ടനെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയാണ് ഗിട്ടി ഐസിയിലോ, കല്ല് ഇങ്ങനെയുള്ളതാവണം, എങ്ങനത്തെങ്കിലും കല്ലെടുത്താൽ പോരാ, കനമുള്ളൊന്നും എടുക്കാൻ പറ്റൂല, ഇങ്ങനെയുള്ള കല്ലാവണം എന്ന് പറഞ്ഞിട്ട് ചേട്ടന് കാണിച്ചു കൊടുക്കുകയാണ്. ജോ ജ്യാദാ ഭാരി ഓർ ഗുർദരി നഹോ, അതെങ്ങനെയാവരുത് നമ്മൾ എടുക്കുന്ന കല്ല്? കനമുള്ളതാവരുത്, പരുപരുത്തതാവരുത്, കൂർത്തതും ഒന്നും ആവരുത്, പരുപരുത്തതാവരുത്, കനുള്ളതും ആവരുത്. ഹൽക്കി നേർത്തതാവണം, നല്ല നേർത്ത കല്ല്, കനല്ലാത്ത നല്ല നേർത്ത ചികന്നി മിനുസമുള്ള കല്ലായിരിക്കണം, നല്ല നേർത്ത മിനുസമുള്ള കല്ലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അവർ ഉസേ ഇസ് തരഹ് ഫേങ്കോ, എന്നിട്ട് അതിനെ ഇങ്ങനെ എറിയണം, ഇപ്രകാരം എറിയണം എന്ന് പറഞ്ഞിട്ട് ചേട്ടന് എന്ത് ചെയ്യുന്നു? ജഡ്പടിന് വേണ്ടിയിട്ട് നടുക്കട് കാണിച്ചു കൊടുക്കണം, എങ്ങനെയാണ് എറിയേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കണം. ലേക്കിൻ അബ് തക്ക് ജഡ്പട് കാ ധ്യാൻ ബാൺ ചുക്കാത, പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ചട്പടിന്റെ ശ്രദ്ധ മാറിയിട്ടുണ്ടായിരുന്നു. ബഹു പോക്കർ കെ പാനി പർ തൈർത്തി ബദക്കോം കോ ദേഖ് സേ ധ്യാൻ സേ ദേഖ് രഹാദ, ബഹു പോക്കർ കെ പാനി പർ തൈർത്തി, അപ്പോഴേക്ക് ശ്രദ്ധ മാറിയ ചേട്ടൻ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ശ്രദ്ധയോടുകൂടി മറ്റെന്തോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോക്കർ കെ പാനി പർ, ആ കുളത്തിലുള്ള വെള്ളത്തിൽ, തൈർത്തി
നീന്തി കളിക്കുന്ന ബതക്കവും താറാവുകളെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആര്? ചേട്ടൻ. ഓക്കെ, അപ്പം അത്രയാണ് നമ്മുടെ കഥയുള്ളത്. ഈ കുട്ടികൾ ഒരാളെന്താണ് പ്രകൃതിയിലുള്ള എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിച്ച് നടന്നു പോകുന്ന ഒരു കുട്ടിയാണ്. അനുജനായിട്ടുള്ള വികൃതിയായ കുട്ടി. അവനെല്ലാ കളികളും പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. മരത്തിൽ തൂങ്ങിയാടുന്നു, കുളത്തിൽ കളിക്കുന്നു, വെള്ളത്തിൽ കളിക്കുന്നു, അല്ലേ? പക്ഷേ ചേട്ടനായ ചട്പട് നേരെ വാ നേരെ പോ, അങ്ങനെ അനുജനെയും കൂട്ടി സ്കൂളിൽ പോവുക വരിക, സ്കൂളിലുള്ള പഠനം മാത്രമായിട്ടാണ് നടക്കുന്നത്. പക്ഷേ സ്കൂളിലുള്ള പുസ്തകങ്ങളിലുള്ള പഠനം മാത്രമല്ല, പ്രകൃതിയും എന്താണ്? പ്രകൃതിയും ഒരു പുസ്തകമാണ്. പ്രകൃതിയാണ് പുസ്തകം. പ്രകൃതിയാകുന്ന പുസ്തകത്തിനെയും എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രകൃതിയായ പുസ്തകത്തിനെയും നമ്മൾ പഠിക്കുക. പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഹാനിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വരുന്നു. ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ മീനിങ്ങുകളും വിടാതെ, ഒരു മീനിങ് പോലും വിടാതെ എല്ലാ മീനിങ്ങുകളും അടുത്തതായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും വരുന്ന ഏത് ക്വസ്റ്റ്യന് വേണ്ടിയിട്ടും, ഏതൊരു ക്വസ്റ്റ്യൻ എങ്ങനെ എത്ര പ്രയാസപ്പെടുത്തി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും അതിന് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. നിങ്ങൾ മീനിങ് പഠിക്കുക. മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ.